ഇറാനെ ആക്രമിച്ചാൽ എല്ലാവരും തനിക്കൊപ്പം വരും എന്നായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കരുതിയത്. പക്ഷേ ആ ചിന്ത തെറ്റാണ് എന്ന് ആദ്യം തെളിയിച്ചത് സ്പെയിനായിരുന്നു. ഇറാനെ ആക്രമിക്കാൻ വ്യോമപാത വിട്ടു നൽകില്ല എന്ന് കട്ടായം പറഞ്ഞുകൊണ്ട് സ്പെയിൻ തുടങ്ങിവെച്ച എതിർപ്പ് മറ്റ് നാറ്റോ അംഗരാജ്യങ്ങൾ കൂടി ഏറ്റെടുക്കുകയാണ് ഇപ്പോൾ. ഇറ്റലിയാണ് ഏറ്റവും ഒടുവിൽ അമേരിക്കയെ എതിർത്ത് രംഗത്തെത്തിയത്. ഇറാനിലേക്ക് ആയുധങ്ങളുമായി പുറപ്പെട്ട US യുദ്ധവിമാനങ്ങൾക്ക് ഇറ്റലിയിലെ ഇടത്താവളത്തിൽ ഇറങ്ങാൻ അനുമതി നിഷേധിക്കുകയാണ് ഇറ്റലി ചെയ്തത്. അന്താരാഷ്ട്ര സമൂഹത്തിന്റെ പിന്തുണയില്ലാതെ ഇറാനിൽ ആക്രമണം തുടരുന്നതിന് പിന്തുണ നൽകില്ല എന്നാണ് ഇറ്റലിയുടെ നിലപാട്. നേരത്തെ ഹോർമൂസ് കടലിടുക്ക് തുറക്കാൻ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ പിന്തുണ തേടിയപ്പോഴും ട്രംപിന് തിരിച്ചടി കിട്ടിയിരുന്നു. ഹോർമൂസ് തുറപ്പിക്കാൻ നാറ്റോ അംഗരാജ്യങ്ങളുടെ പിന്തുണ തേടിയെങ്കിലും നാറ്റോ അംഗങ്ങൾ നിരസിച്ചു. US അനുകൂല രാഷ്ട്രങ്ങളെ ശത്രുക്കളായി പ്രഖ്യാപിച്ച് അവരെ കൂടി ഹോർമൂസ് കടക്കാൻ അനുവദിക്കില്ല എന്ന ഇറാൻ നിലപാടനുസരിച്ച് ഇറാന്റെ ശത്രുത സമ്പാദിക്കാൻ ഇല്ലെന്നായിരുന്നു നാറ്റോ രാജ്യങ്ങളുടെ നിലപാട്. ഇപ്പോൾ വ്യോമപാത വിട്ടു നൽകാനാകില്ല എന്നുകൂടി നാറ്റോ നിലപാടെടുക്കുന്നത് അന്തർദേശീയ സമൂഹത്തിൽ US-ന് പിന്തുണ നഷ്ടമാകുന്നു എന്നതിന് തെളിവാണ്. അതോടൊപ്പം സ്വന്തം നാട്ടിൽ പോലും ട്രംപിന് അംഗീകാരം നഷ്ടപ്പെടുന്നു എന്ന വാർത്ത കൂടി പുറത്തു വരുന്നുമുണ്ട്. ഇറ്റലിയിൽ മാത്രം അമേരിക്കയ്ക്ക് 7ഓളം ഇടത്താവളങ്ങളുണ്ട്. ഇതിൽ തന്നെ പ്രധാനം ഇറ്റലിയിലെ സിഗൊണല്ല വ്യോമത്താവളമാണ്. നാറ്റോ സൈനിക കേന്ദ്രം കൂടിയാണ് ഈ സിഗൊണല്ല. പശ്ചിമേഷ്യയിലേക്ക് ആയുധവുമായുള്ള യാത്രക്കിടെ സിഗൊണല്ലയിൽ ഇറങ്ങാൻ അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ അനുമതി തേടിയെങ്കിലും ഇറ്റലി അനുമതി നിഷേധിക്കുകയായിരുന്നു. ഇറ്റാലിയൻ പ്രതിപക്ഷത്തിന്റെ സമ്മർദ്ദം കൂടി ഇതിന് പിന്നിലുണ്ട് എന്നാണ് വിവരം. ഇറാൻ യുദ്ധം ആരംഭിച്ചതിന് പിന്നാലെ സിഗൊണല്ല വ്യോമത്താവളത്തിൽ അമേരിക്കൻ വിമാനങ്ങൾ കൂടുതലായി ഇറങ്ങുന്നത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഇതോടെ ഇറ്റാലിയൻ പ്രതിപക്ഷ കക്ഷികൾ പ്രധാനമന്ത്രി ജോർജിയ മെലാനിക്ക് മേൽ സമ്മർദ്ദം ശക്തമാക്കി. ഇറാൻ യുദ്ധത്തിന് അന്താരാഷ്ട്ര സമൂഹത്തിന് പിന്തുണയില്ല എന്നും അതുകൊണ്ട് തന്നെ അമേരിക്കയ്ക്ക് സഹായമോ പിന്തുണയോ നൽകേണ്ട കാര്യം ഇറ്റലിക്ക് ഇല്ല എന്നുമുള്ള പ്രതിപക്ഷ നിലപാട് പ്രധാനമന്ത്രി മെലാനി കൂടി അംഗീകരിച്ചു. അവിടെയാണ് നാറ്റോ അംഗരാജ്യമായിരുന്നിട്ട് കൂടി അമേരിക്കയെ എതിർക്കാൻ കാണിച്ച ഇറ്റലിയുടെ നിലപാടും സഖ്യരാഷ്ട്രമല്ലാതിരുന്നിട്ട് പോലും ഇന്ത്യ ട്രംപിനോട് കാണിക്കുന്ന വിധേയത്വവും ചിന്താ വിഷയമാക്കേണ്ടത് എന്ന് ചില വിദേശകാര്യ വിദഗ്ധർ സൂചിപ്പിക്കുന്നത്. മറ്റ് രാജ്യങ്ങളിലുള്ള അമേരിക്കൻ യുദ്ധവിമാനങ്ങൾക്കും ഇനി ഇറ്റലിയിലെ താവളങ്ങളിൽ ഇറങ്ങാനാകില്ല എന്ന നിലപാട് കൂടി ഇറ്റലി അമേരിക്കയെ അറിയിച്ചിട്ടുണ്ട്. ആദ്യം സ്പെയിൻ, ഇപ്പോൾ ഇറ്റലി. യൂറോപ്പിൽ നിന്ന് അമേരിക്കയുടെ ഏകപക്ഷീയമായ ഇറാൻ അധിനിവേശത്തിനെതിരായ എതിർപ്പ് ശക്തമായി വരികയാണ്. ഇവർ മാത്രമല്ല, ഫ്രാൻസും അമേരിക്കൻ യുദ്ധവിമാനങ്ങൾക്ക് വ്യോമപാത നിഷേധിച്ചിട്ടുണ്ട്. ഇക്കാര്യം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെയാണ് തന്റെ സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചത്. ഇറാനെ ആക്രമിക്കാനുള്ള ആയുധങ്ങളുമായി ഇസ്രായേലിലേക്ക് പുറപ്പെട്ട അമേരിക്കൻ യുദ്ധവിമാനങ്ങൾക്കാണ് ഫ്രാൻസ് വ്യോമപാത നിഷേധിച്ചത്. ലെബനനിലെ ഇസ്രായേൽ സൈനിക നീക്കമാണ് ഫ്രാൻസിനെ ഇസ്രായേലിന് എതിരാക്കിയത്. ലെബനാനിലെ സൈനിക നീക്കം അംഗീകരിക്കില്ല എന്ന് കഴിഞ്ഞ ദിവസം ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ അറിയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇസ്രായേലിലേക്കുള്ള ആയുധ നീക്കത്തിന് വ്യോമപാത നിഷേധിച്ച് ഫ്രാൻസ് നിലപാടറിയിച്ചത്. ഇത് ഇരു രാഷ്ട്രങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തെ കൂടി ബാധിക്കുമോ എന്ന സംശയമുണ്ട്. വ്യോമപാത നിഷേധിച്ചതിന് പിന്നാലെ ഫ്രാൻസിന് ആയുധങ്ങൾ നൽകുന്നത് നിർത്തുകയാണ് എന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് എങ്കിലും ഫ്രാൻസിൽ നിന്ന് ഇസ്രായേലും തിരിച്ചും ആയുധങ്ങൾ ഇപ്പോഴും വ്യാപകമായി കൈമാറ്റം നടക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. ഇറാനെ ആക്രമിക്കാൻ തുടങ്ങുമ്പോഴും യുദ്ധം ഇത്രത്തോളം നീളുമെന്നോ ഇത്ര വലിയ ആഗോള പ്രതിസന്ധി ഉണ്ടാക്കുമെന്നോ ഡൊണാൾഡ് ട്രംപോ നെതന്യാഹുവോ കരുതിയിരുന്നില്ല. ദിവസങ്ങൾക്കകം ഇറാനെ കീഴടക്കി വിജയശ്രീലാളിതരായി തിരികെ വരാമെന്നും അതോടെ അന്താരാഷ്ട്ര സമൂഹം തന്നെ അഭിനന്ദനങ്ങൾ കൊണ്ട് മൂടുമെന്നും ട്രംപ് കരുതി. പക്ഷേ അവിടെ ഇങ്ങനെ ഒരു കുരുക്ക് മറഞ്ഞു കിടപ്പുണ്ട് എന്ന് ട്രംപും US-ഉം കരുതിയില്ല. യുദ്ധം നീണ്ടുപോയതും ആഗോള വിപണി തന്നെ നിശ്ചലമായതും ഒരു പ്രതിസന്ധി. അതിനു പുറമെ കൂടുതൽ വലിയ കുരുക്കായി യൂറോപ്പിന്റെ പരസ്യമായ എതിർപ്പ് മാറുകയാണ്. പശ്ചിമേഷ്യൻ മേഖലയിലേക്ക് B-52, B-1 തുടങ്ങിയ അതിമാരക പ്രഹരശേഷിയുള്ള യുദ്ധവിമാനങ്ങൾ എത്തിക്കാൻ അമേരിക്ക നീക്കങ്ങൾ തകൃതിയാക്കുന്നതിനിടയിലാണ് ട്രംപിന്റെ സ്വപ്നങ്ങൾക്ക് യൂറോപ്പ് ചെക്ക് വെച്ചിരിക്കുന്നത്. യുദ്ധം തുടങ്ങുമ്പോൾ തന്നെ സ്പെയിൻ ഈ യുദ്ധത്തിന് തങ്ങളുടെ പിന്തുണയില്ല എന്ന് അറിയിച്ചതാണ്. ഇതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം US യുദ്ധവിമാനങ്ങൾക്ക് വ്യോമാതിർത്തി നിഷേധിച്ചു. സ്പെയിനിലെ മോറോൺ, റോട്ട താവളങ്ങൾ ഇറാൻ യുദ്ധാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ അനുവദിക്കില്ല എന്നാണ് സ്പെയിൻ പ്രതിരോധ മന്ത്രി മാർഗരീറ്റ റോബ്സ് അറിയിച്ചിരിക്കുന്നത്. യുദ്ധത്തിന്റെ തുടക്കത്തിലും സമാന പ്രഖ്യാപനം നടത്തിയതിന്റെ പേരിൽ സ്പെയിനിന് മേൽ സമ്പൂർണ്ണ വ്യാപാര ഉപരോധം ഏർപ്പെടുത്തുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. അതൊന്നും വകവയ്ക്കാതെയാണ് സ്പെയിൻ തങ്ങളുടെ നിലപാടിൽ ഉറച്ചുനിന്ന് വ്യോമപാത നിഷേധിച്ചത്. നേരത്തെ ഹോർമൂസ് കടലെടുക്ക് തുറപ്പിക്കാൻ നാറ്റോ രാജ്യങ്ങളുടെ പിന്തുണ തേടിയിട്ടും അത് കിട്ടാതിരുന്ന ട്രംപ് ഇപ്പോൾ പുതിയ തന്ത്രവുമായി ഇറങ്ങിയിരിക്കുകയാണ്.
യൂറോപ്പിനും UK-ക്കും ഇപ്പോൾ എണ്ണ പ്രതിസന്ധി ഉടലെടുത്തിട്ടുണ്ട്. ഹോർമുസ് തുറക്കാനുള്ള ശ്രമങ്ങളിൽ പങ്കാളികളാകണമെന്ന ട്രംപിന്റെ നാളുകളായുള്ള ആവശ്യത്തോട് ഇവർ വിമുഖത കാട്ടുകയാണ്. ഈ ഘട്ടത്തിൽ ഹോർമൂസിലൂടെയല്ലാതെ എണ്ണ കിട്ടാത്ത രാജ്യങ്ങളെ ഇനി സഹായിക്കില്ല എന്നാണ് ട്രംപിന്റെ നിലപാട്. ഇനി മുതൽ എണ്ണ വേണം എന്നുള്ളവർ ഒന്നുകിൽ ഇന്ധനം അമേരിക്കയിൽ നിന്ന് വാങ്ങുക, അല്ലെങ്കിൽ വൈകിയെങ്കിലും നിങ്ങൾ കുറച്ച് ധൈര്യം സംഭരിച്ച് ഹോർമൂസിലേക്ക് പോയി അത് പിടിച്ചെടുക്കുക എന്നാണ് ട്രംപ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഹോർമുസ് പിടിച്ചെടുക്കുക എന്നതിൽ നിന്ന് ട്രംപ് പിന്നോക്കം പോയി എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അമേരിക്കയെ സഹായിക്കാത്ത ലോകരാജ്യങ്ങളെ ഇനി അമേരിക്കയും സഹായിക്കില്ല എന്ന് ട്രംപ് വ്യക്തമാക്കിയിരിക്കുകയാണ്. നിങ്ങൾ സ്വയം പോരാടാൻ പഠിക്കൂ എന്നാണ് ട്രംപ് നൽകുന്ന ഉപദേശം. ഹോർമുസ് പിടിച്ചെടുക്കാനുള്ള എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടതോടെയാണ് ട്രംപ് ഹോർമുസിൽ നിന്ന് പിൻവാങ്ങുന്നത്. ഹോർമുസ് തുറന്നില്ലെങ്കിൽ വലിയ പ്രത്യാഘാതം എന്നായിരുന്നു ട്രംപ് വാക്യം. ആദ്യം 2 ദിവസം, 2 പിന്നീട് 5 10. അന്ത്യശാസനങ്ങൾ നീണ്ടുപോയതല്ലാതെ ഹോർമുസ് പിടിച്ചെടുക്കാനോ ഗാർക്ക് പിടിച്ചെടുക്കാനോ ട്രംപ് തയ്യാറാകാതിരുന്നത് ഇറാന്റെ തിരിച്ചടി ഭയന്ന് തന്നെയാകും. യൂറോപ്പ് അമേരിക്കയ്ക്ക് വ്യോമപാത നിഷേധിച്ചത് അന്താരാഷ്ട്ര സമൂഹത്തിൽ ട്രംപിന് അംഗീകാരം നഷ്ടപ്പെടുന്നതിന്റെ സൂചനയാണ് എന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട്. സമാനമായി സ്വന്തം നാട്ടിൽ പോലും ഡൊണാൾഡ് ട്രംപിന് പിന്തുണയും അംഗീകാരവും നഷ്ടമായി എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ട്രംപിന്റെ അംഗീകാര നിരക്ക് 0-ന് താഴെ എത്തിയെന്നാണ് റിപ്പോർട്ട്. പ്രസിഡന്റ് പദവിയിലെ 2ാം ഊഴത്തിലെ ഏറ്റവും താഴ്ന്ന നിലയാണ് ഇത്. ഒരു US പ്രസിഡന്റിന്റെ ഔദ്യോഗിക ജീവിതത്തിലെ സമാനമായ ഘട്ടത്തിൽ രേഖപ്പെടുത്തിയ ഏറ്റവും ദുർബലമായ നില കൂടിയാണ് ഇതെന്നാണ് വിശകലന വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. AFന്റെ വിശകലന വീഡിയോ പ്രകാരം അമേരിക്കയിൽ -17 ട്രംപിന്റെ അംഗീകാര നിരക്ക്. -17. 2016 തെരഞ്ഞെടുപ്പിൽ ട്രംപ് ആദ്യമായി വിജയിച്ച് പ്രസിഡന്റായ ശേഷം പലപ്പോഴും അല്ലെങ്കിൽ ഭൂരിഭാഗം സമയത്തും നെഗറ്റീവ് നിലയിലായിരുന്നു. പക്ഷേ 2ാം ദൗത്യം പോസിറ്റീവ് റേറ്റിംഗോടെയാണ് തുടങ്ങിയത്. ഇത് പിന്നീട് പടിപടിയായി കുറയുകയായിരുന്നു. ചരിത്രപരമായ താരതമ്യങ്ങൾ എടുത്തുകാട്ടി പ്രസിഡന്റ് എന്ന നിലയിൽ എക്കാലത്തെയും താഴ്ന്നയാളാണ് ട്രംപ് എന്നും ജോ ബൈഡനേക്കാളും ജിമ്മി കാർട്ടറേക്കാളും റൊണാൾഡ് റീഗനേക്കാളും താഴ്ന്നയാളാണ് എന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. റിപ്പബ്ലിക്കന്മാർക്കിടയിലും ട്രംപിന് അംഗീകാരം കുറഞ്ഞതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഫോക്സ് ന്യൂസും ദ ഹില്ലും ആംഹെർസ്റ്റ് പോളും പ്രസിദ്ധീകരിച്ച കണക്കുകളിലെല്ലാം ട്രംപിന്റെ അംഗീകാര നിരക്ക് പടവല പോലെ താഴോട്ടാണ്.